DGP നിയമന വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ നിലപാടാണ് തനിക്കെന്നും P. ജയരാജൻ പറഞ്ഞു. നിയമനം സംബന്ധിച്ച് സർക്കാർ വിശദീകരിക്കുമെന്നായിരുന്നു P. ജയരാജന്റെ ആദ്യ പ്രതികരണം. DGP നിയമനത്തിൽ CPIM-ൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ P. ജയരാജന്റെ ആദ്യ പ്രതികരണം. 5ഓളം പാർട്ടി പ്രവർത്തകരെ രക്തസാക്ഷികളാക്കിയ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലായിരുന്നു ജയരാജന്റെ പ്രതികരണം. പാർട്ടി നിലപാടല്ലെന്നും സർക്കാർ തീരുമാനം സർക്കാർ വിശദീകരിക്കുമെന്ന കടുത്ത നിലപാട് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം ആവർത്തിച്ചു. ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിയമനത്തെ ചൊല്ലി ചർച്ചയുയർന്നു. റവാഡയുടെ നിയമനം സർക്കാർ പുനരാലോചനയ്ക്ക് വിധേയമാക്കണമെന്നുൾപ്പെടെ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നു. പരാമർശം വിവാദമായതോടെ പാർട്ടി അച്ചടക്കത്തിന്റെ വടിയുയർത്തി. ഇതോടെ ജയരാജൻ അയഞ്ഞു. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് P. ജയരാജൻ നിലപാടുമായപ്പെടുത്തി. ദുർവ്യാഖ്യാനങ്ങൾ വന്നത് CPIM നേതാക്കളെ കരിവാരിത്തേക്കുന്നതിന്റെ ഭാഗമാണെന്നും ജയരാജൻ പ്രതികരിച്ചു. സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. DGP നിയമനത്തിൽ പട്ടികയിലുണ്ടായിരുന്ന 3 പേരിൽ നിന്ന് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം നൽകിയതെന്നാണ് പാർട്ടിയും സർക്കാരും പറയുന്നത്. എന്നാൽ റവാഡ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കുന്നതിൽ പാർട്ടി അംഗങ്ങൾക്കും അണികൾക്കും ഇടയിൽ മുറുമുറുപ്പ് തുടരുകയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.